ഇത് 23 പറഞ്ഞു. ഇതിന്റെ വിലയും കൂടി പറയാൻ കേൾക്കണ്ട്. വില 5,25,000 രൂപയായിട്ട് വന്നോ, അതും ഫുൾ ഓണില് ഞാൻ ഈ വണ്ടി തരും. ഇതിപ്പോ നമുക്ക് എന്ത് വില വരും? നമുക്ക് ഇതിന് 8,70,000 രൂപയാണ് ചോദിക്കണത്. 8,75. അതെന്തിലൊക്കെ നമുക്ക് ചെയ്യാം, മാക്സിമം ലോൺ കൊടുക്കാം. അതെ, വന്നോളൂ. 21 മോഡല് ഡീസൽ. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമ്മൾ 4,60,000 രൂപ കൊടുത്തേക്കാം. 4,60 കൊടുക്കാം അല്ലേ? അടിപൊളി, നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഇത് നമുക്ക് 10 ലക്ഷം രൂപയാണ് ചോദിക്കണേ. അത് ചോദിച്ചോട്ടെ, എന്തിലേക്ക് നമുക്ക് ചെയ്യാം. ഇങ്ങനത്തെ ഒരു വണ്ടി ഇനി കിട്ടൂല. നമുക്ക് 6,25,000 രൂപ. 6,25,000. അടിപൊളി. അതായത് ഒരുവിധം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ വണ്ടി തന്നെ അല്ലേ? അതെ. കിലോമീറ്റർ ആണെങ്കിലും അടിപൊളിയാണ്. 8,000 കിലോമീറ്റർ ഓടിക്കണം. 8,000 കിലോമീറ്റർ 23. അടിപൊളി. നമ്മളെല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള കുറച്ച് SUV വണ്ടികൾ. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ KL47 ന്യൂസ് കാർസിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാം ചെറുവണ്ടികളായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് SUV വണ്ടികൾ കാണിച്ചു തരാം. അതായത് എന്താ പറയുക, ഒരു സാധാരണക്കാരൻ ആരായാലും ഇപ്പോൾ ചെറുവണ്ടിയുള്ള ഒരാളാണെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ തരാൻ പറ്റുന്ന വണ്ടികളാണ്. ഡീസലും പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല മോഡൽ കൂടിയ ലോ കിലോമീറ്റർ വണ്ടികളാണ്. പിന്നെ മെയിനായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ള വണ്ടികളുണ്ട്. അതിന് പുറമെ വേണമെങ്കിൽ KL47 ന്യൂസ് കാർസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വാറണ്ടിയും തരും. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരം കളയണ്ട. മലയാളി റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. കാണിച്ചു കൊടുത്തല്ലോ കുറച്ച് നല്ല കിടിലൻ വണ്ടികൾ. മാക്സിമം വില കുറയ്ക്കൂല നിങ്ങൾ? മാക്സിമം വില കുറച്ച് തരാം. അതാണ് ഇവിടെ വരികയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് വിലക്കുറവും ക്വാളിറ്റി അല്ലേ? അത് ഗ്യാരണ്ടി ആണ് അല്ലേ? നമ്മുടെ സ്പെഷ്യൽ 6 മാസത്തിന്റെ വാറണ്ടിയും അതുകൊണ്ട്. അത് മാത്രമല്ല നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കൂടുതൽ കഥയൊന്നും പറയണ്ട അല്ലേ? പെട്ടെന്ന് വരുന്ന ഒരു 10-12 വണ്ടികളെ SUV മാത്രം കാണിച്ചു തരാം. അത് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ? ഇന്നോവ തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. സ്പെഷ്യൽ ഓഫർ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ മൺസൂൺ ഓഫറാണ് പ്രത്യേകം എടുത്തു പറയാനുള്ളത്. എല്ലാ വണ്ടി ഞാൻ വില കുറച്ച് തരും കേട്ടാ. പിന്നെ പിള്ളേരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണോട്ടെ, മഴക്കാലമൊക്കെയാണ് പ്രത്യേകം ഞാൻ പറയുന്നത്. അതെ, തുടങ്ങാം കേട്ടോ. നമുക്ക് ആദ്യത്തെ വണ്ടിയെ നമുക്ക് ഇന്നോവയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് ഞാൻ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണിച്ചു തരുമ്പോൾ തന്നെ എന്തായാലും മനസ്സിലാവും. അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു ഇന്നോവ ക്രിസ്റ്റ കാണിച്ചു കൊടുക്കാം. ക്രിസ്റ്റ ഏതൊക്കെ മോഡൽ? 2017 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്. 17 ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? വേരിയന്റ് വരുന്നത് G4 ഓട്ടോമാറ്റിക് അല്ലേ? അതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ടയർ ഉണ്ടെങ്കിൽ പുതിയ 4 പുത്തൻ ടയർ ഉണ്ട്. അതുപോലെ തന്നെ വണ്ടി ഓൾമോസ്റ്റ് നല്ല നീറ്റ്. അതിന്റെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? 1 ലക്ഷം കിലോമീറ്ററിൽ ഒറിജിനൽ കേരള വണ്ടിയാ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നല്ല എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും എല്ലാം പക്കയാണ്. അത്യാവശ്യം വേണ്ട ക്രോം ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആലപ്പിയാണല്ലേ? പിന്നെ ഫേസ് ലിഫ്റ്റ് ആണ് വണ്ടി, അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ നിങ്ങൾ ആൻഡ്രോയിഡിന്റെ സെപ്പറേറ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടി കേട്ടോ. 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കൊടുക്കാമല്ലോ അല്ലേ? ഫുൾ കമ്പനി തന്നെയാണ് പോയിക്കണം, ഒന്നും പുറത്തു പോയിട്ടില്ല. അതെ, ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഇന്നോവ ക്രിസ്റ്റ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞ പോലെ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ചെയ്തിട്ടുള്ള ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ്? നമുക്ക് 18,25,000 രൂപയാണ് ഈ വണ്ടി കൊടുക്കും. മോഡൽ ഏതാ പറഞ്ഞെങ്കിൽ 17 ഒറിജിനൽ കേരള, അതും ഡീസൽ ഓട്ടോമാറ്റിക്. അതെ, 18,25,000 രൂപ. വലിയ കൂടുതലാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റൂല അല്ലേ? അതെന്തായാലും നല്ല അടിപൊളി പ്രൈസ് തന്നെയാണ്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? ഡിസ്കൗണ്ടും കൊടുക്കും, സെപ്പറേറ്റ് കൊടുക്കും. നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സെൽട്ടോസ്. അതെ, 2020 മോഡൽ പെട്രോൾ മാനുവൽ. 20 പെട്രോൾ മാനുവൽ അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ. അതെ, 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. 30 ഓടിയിട്ടുള്ളൂ. അടിപൊളി പെട്രോൾ മാനുവൽ ആണ്. അതുകൊണ്ട് തന്നെ ഒരു 15ന്റെ ഉള്ളിലൊക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ പോരെ? വലിയൊരു മൈലേജ് പ്രതീക്ഷിക്കണ്ട അല്ലേ? അതെ, 12 മുതൽ 15 വരെ. ഇത് 30 കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഫുൾ കമ്പനി സർവീസ് ആണ്, റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് ഒന്നും വരില്ല. HTK ആണ്. പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. അതെ, അതായത് പിന്നെ ബേസിക്കലി വേണ്ട എല്ലാ സംഗതികളും ഉണ്ട്. അതായത് ബട്ടൺ സ്റ്റാർട്ട് പോലത്തെ സംഭവങ്ങൾ ഇല്ലാന്നേ ഉള്ളൂ. അലോയ് വീൽസും ഇല്ല. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, എല്ലാം പക്ക വണ്ടിയാണ്. പക്ക വണ്ടി അല്ലേ? വിലയോ? 9,20,000 രൂപ വെക്കണത്. അത് നെഗോഷ്യബിൾ ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 9,25,000 അതും 20 വണ്ടി. അടിപൊളി. 9,25,000 നിങ്ങൾക്ക് 20 മോഡൽ വണ്ടി എടുക്കാം. അതും നെഗോഷ്യബിൾ ആണ്. പ്രൈസ് പിന്നെയും കുറയും അല്ലേ? ഫുൾ ലോൺ കയറില്ലേ? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. പ്രൊഫൈൽ ബേസ് ആയിരിക്കും, ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കയറും അല്ലേ? അതുപോലെ തന്നെ ഈ വെന്യൂ ആണെങ്കിലോ, 22 മോഡൽ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ്. 22, അതും പെട്രോള്, IMT SX ഓപ്ഷൻ. SX ഓപ്ഷൻ എന്ന് പറയുമ്പോൾ വണ്ടി ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. ഈ IMT എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലേ? അതെ, ക്ലച്ച് കാലിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഓടിക്കാം. അതെ, മുട്ടുവേനയുള്ളവർക്കൊക്കെ പറ്റിയ സാധനം. മുട്ടുവേനയുള്ളവർക്കൊക്കെ പറ്റിയ സാധനം. പക്ഷേ ഗിയർ ഇട്ട് ഓടിക്കാം കേട്ടോ. ഗിയർ ഇടണം, ക്ലച്ച് ഔട്ടാൻ ഓപ്ഷൻ ആണ്. നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫാബ്രിക് സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്, ഡയമണ്ട് കട്ട് അലോയ് വീൽ വരുന്നുണ്ട്.
എന്തിനും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പ്രീമിയം ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. കിലോമീറ്റർ എത്രയൊക്കെ പറഞ്ഞേ? കിലോമീറ്റർ ഓടിയിരിക്കുന്നത് വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ശരിക്കും? അത്ര ഓടിയുള്ളൂ അല്ലേ? ഫ്രഷ് വണ്ടി പുത്തൻ പോലെയൊക്കെയാണ്. അതെ, ഒരു സ്ക്രാച്ച് പോലും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇപ്പൊ നമുക്ക് പുത്തൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വില എന്ത് വരും? ഇതിന്റെ റേറ്റ് 8,90,000 രൂപയാണ്. 8,90,000. ഇത് പുതിയ എന്ത് വില ഉണ്ട്? പുതിയ എന്തായാലും ഒരു 13 രൂപ ഉണ്ടാവും. അത്രയും ഉണ്ട് അല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയല്ലേ? 8,90,000 പുത്തൻ ലോ കിലോമീറ്റർ കിടിലം വണ്ടി അല്ലേ? വെറും 14,000 കിലോമീറ്റർ ഓടിപ്പോ എത്ര പൈസ അല്ലേ ഡിപ്രിസിയേഷൻ വന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ പുതിയ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പോയി എടുക്കരുത്, ഇത് എടുത്തായി അല്ലേ? നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. എന്തിനാ കൂടുതൽ പറയേണ്ട കാര്യം, ഫുൾ ലോൺ കിട്ടും. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി കിടക്കണ്ടല്ലോ, ഇത് തൊട്ട് ബാക്കിൽ 21 മോഡൽ. 21. ഇത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഡീസലാണ്. ഡീസലല്ലേ? അടിപൊളി. ഡീസൽ മാനുവൽ ആണ്. ഇത് മിഡിൽ ഓപ്ഷൻ അല്ലേ? SX ഏറ്റവും ടോപ്പിൽ താഴെ. ഓക്കെ. സൺറൂഫ് അടക്കം വരും അല്ലേ? അതെ, സൺറൂഫ് വരുന്ന വാഹനമാണ്. പക്ഷേ അലോയ് വീൽ ഇല്ല അല്ലേ? അലോയ് വീൽ ഇല്ല. കിലോമീറ്റർ ഓടിക്കുന്നത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80? അതെ. 21 80 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട്. പക്ഷേ വണ്ടി പക്കയല്ലേ? പക്ക വണ്ടി, ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി. റീപ്ലേസ്മെന്റും ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം 20 above മൈലേജ് ഉണ്ടാവും. ഉറപ്പായിട്ട് കിട്ടും. എന്ത് ചോദിക്കാനാ, കാരണം 1.5 നല്ല അടിപൊളി ഒരു ഡീസൽ അല്ലേ? ഇത് റീപ്ലേസ് ഒന്നുമില്ല, എല്ലാം പക്കയാണ്. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതിപ്പോ നമുക്ക് എന്ത് വില വരും? നമുക്ക് ഇതിന് 8,75,000 രൂപയാണ് ചോദിക്കണത്. 8,75. അതെന്തിലൊക്കെ നമുക്ക് ചെയ്യാം. മാക്സിമം ലോൺ കൊടുക്കാം. അതെ, വന്നോളൂ. 21 മോഡല് ഡീസൽ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല എക്സ്റ്റീരിയറും ഇന്റീരിയർ ആയാലും 80ന്റെ കറക്റ്റ് ഹിസ്റ്ററി ഇല്ലേ? അതെ, സർവീസ് അടക്കമുള്ളതാണ്. ഫുൾ ആണ് അല്ലേ? അപ്പോൾ എന്തായാലും ഡീസൽ വണ്ടി വേണമെങ്കിൽ ഇത് നിങ്ങൾ മിസ് ചെയ്യണം. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോ, നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലൊക്കെ ഇത് നമുക്ക് ഹോണ്ടയുടെ 7 സീറ്റ് വണ്ടിയാണ്. അതും ഡീസൽ അല്ലേ? അതായത് മൊബൈലിയോ ആണ്. മൊബൈലിയോന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പിന്നെ മൈലേജ് ഉള്ള ഒരു 7 സീറ്റർ വണ്ടി അല്ലേ? അതെ, ഏകദേശം ഒരു 18-20 കിട്ടൂലേ? കിട്ടും. പിന്നെ 7 സീറ്ററിൽ കിലോമീറ്റർ ഓടിക്കണം 1 lakh കിലോമീറ്റർ. അത് ഫുൾ കമ്പനി സർവീസ് തന്നെയാണ്. മോഡൽ ഏതെങ്കിലും പറഞ്ഞാൽ 2014 അല്ലേ? ആണ് പേരിന്റെ വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതെ. പിന്നെ ഇന്റീരിയർ സീറ്റ് ഒക്കെ കമ്പനി വന്ന സീറ്റൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറും നല്ല നീറ്റാണ്. ടയർ ഭാഗങ്ങളും ഉണ്ട് അല്ലേ? അതെ. ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യാണ്ട് പറ്റുമെങ്കിൽ അടിപൊളിയാക്കി കൊടുക്കാം. നമുക്ക് കൊടുക്കുമ്പോൾ പക്കായിട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമ്മൾ 4,60,000 രൂപ കൊടുത്തേക്കാം. 4,60 കൊടുക്കാം അല്ലേ? അടിപൊളി, നല്ല നീറ്റ് വണ്ടി കേട്ടോ. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. 4,60 നിങ്ങൾക്ക് 14 മോഡൽ ഡീസൽ വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? അതുപോലെ തന്നെ അടുത്തൊരു മുതൽ സ്പെഷ്യൽ ആയിട്ട് വേണം. 2020 മോഡൽ VXi പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അധികം അങ്ങനെ കാണാൻ കിട്ടാത്തൊരു സാധനം അല്ലേ? 80 വരും ഗിയർ ബോക്സ്. അതുപോലെ തന്നെ VXi ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. 7 സീറ്റർ ആണ്, പെട്രോളിൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എല്ലാം വളരെ കുറവാണ്. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 12,000? അതെ. വണ്ടി അതും എടുത്ത ലോക്കൽ. അതല്ലേ വണ്ടിയാണ്. മോഡൽ നിങ്ങൾ പറഞ്ഞ മോഡൽ 2020 അല്ലേ? 20 വളരെ ലോ കിലോമീറ്റർ ആണല്ലോ. ഒരു 12 കിലോമീറ്റർ ഒക്കെ മൈലേജും പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഇത് ഹൈബ്രിഡ്. അപ്പോൾ അത് 14, 15, 16 ഒക്കെ കിട്ടും കേട്ടോ. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. പിന്നെ നല്ല നീറ്റ് വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. നമ്മളെ KL47 to KL47. അതെ, സ്വന്തം ബ്രാൻഡിന്റെ. അതെ. ഓക്കെ, എന്താ വിലക്കാ? ഇത് നമുക്ക് 10 ലക്ഷം രൂപ ചോദിക്കണേ. അത് ചോദിച്ചോട്ടെ, എന്തിലേക്ക് നമുക്ക് ചെയ്യാം. ഇങ്ങനത്തെ ഒരു വണ്ടി ഇനി കിട്ടൂല. ഡീസൽ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലെങ്കിലേ കാണാനില്ല. അതും ലോ കിലോമീറ്റർ മോഡൽ കൂടിയത് അല്ലേ? ഈ വിലക്ക് കിട്ടൂല. അതെ, 9 ചില്ലറയ്ക്കും തരും. വരിക, സംസാരിക്കാൻ, വണ്ടിയുടെ ക്വാളിറ്റി എത്രയും പെട്ടെന്ന് വരിക. ഈ മുതലിന് ഈ കാണിച്ച എല്ലാ വണ്ടിക്കും വാറണ്ടി ഇല്ല നമുക്ക്? കൊടുക്കും. ഇതൊക്കെ ഓൾറെഡി നമ്മളെ സ്പെഷ്യൽ വാറണ്ടി ഉണ്ടാവും. അത് മാത്രമല്ല കമ്പനി വാറണ്ടി 3 year. അതെ, ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ബ്രസ ആണെങ്കിലോ? ബ്രസ 17 മോഡൽ ഡീസൽ മാനുവൽ. 17 ഡീസൽ മാനുവൽ അല്ലേ? അടിപൊളി. കിലോമീറ്റർ ഓടിക്കണം 1.35 ഓടി അല്ലേ? അതെന്തായാലും നോർമൽ ആണ്. ഇത് അങ്ങനെ ഓടിയതേ കാണാറുള്ളൂ. ഇതെന്തെങ്കിലും അപാകത ഉണ്ടേക്കാ? അപ്പൊ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അലവിലൊക്കെ കമ്പനി അലവിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് LDI ആണ്. എന്നാ വേണ്ട എല്ലാ ഫിറ്റിംഗ്സും ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഫുൾ കമ്പനി തന്നെ ചെയ്തേക്കണം. എനിക്ക് തോന്നുന്നു ഇത് LDI ഈ സീറ്റ് അല്ല, ഈ മ്യൂസിക് ഒക്കെ സെപ്പറേറ്റ് വെച്ചതാണ്. അടിപൊളി. 2 ഡോർ പവർ വിൻഡോയേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല. അലവിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ബാക്കിൽ പവർ വിൻഡോ ആഡ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് അവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ 4 ഡോർ വിൻഡോ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ക്രോം ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതെ. വണ്ടി നല്ല നീറ്റാണ്, നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക സർവീസ് കമ്പനിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. അത് നമ്മുടെ പേരിൽ മാറേണ്ട വന്നു. നിങ്ങളാണല്ലേ? വണ്ടി ഇപ്പൊ നമ്മുടെ പേരിലേക്ക് മാറേണ്ട വന്നുകൊണ്ട് അങ്ങനെ കിട്ടിയോളൂ. ഒരു പാസ്റ്ററിന്റെ വണ്ടിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സിംഗിൾ ഓണർ. അതെ. ഓക്കെ. 1.30 മാറേണ്ട നിർബന്ധാവസ്ഥ വന്നപ്പോ അങ്ങനെ മാറിയതല്ല. അത് സ്വാഭാവികം. അതിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇടുകയല്ലാണ്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. ഇതിപ്പോ വിലയോ? നമുക്ക് 6,25,000 രൂപ. 6,25,000
അടിപൊളി. അതായത് ഒരുവിധം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ വണ്ടി തന്നെ അല്ലേ? അതെ, വീഡിയോ അല്ല, സെഡി എന്ന് വേണേൽ പറയാം. 6,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. 1.30 ഓടിയ 2017 മാക്സിമം ലോണും കൊടുക്കാം, മാക്സിമം ലോണും കയറും കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഒരു പുതുപുത്തൻ വണ്ടി, വീണ്ടും ഒരു സ്പെഷ്യൽ. അതെ, അതായത് നമ്മുടെ ഇതിന്റെ ഏതായിരുന്നു? ഗ്രാൻഡ് വിറ്റാര 2021-23 മോഡൽ. 23 ഇത് സ്ട്രോങ് ഹൈബ്രിഡാ? സ്ട്രോങ് അല്ല, സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. അതായത് മാനുവൽ ആണ്? നോ, ഓട്ടോമാറ്റിക് ആണ്. ആണോ? അത് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും. നല്ല അടിപൊളി വണ്ടിയല്ലേ? അടിപൊളി വണ്ടിയാണ്. കിലോമീറ്റർ ആണെങ്കിലും അടിപൊളിയാണ്. 8,000 കിലോമീറ്റർ ഓടിക്കണം. 8,000 കിലോമീറ്റർ 23. അടിപൊളി. ഫ്രഷ് വണ്ടി എടുക്കണ പോലെ എടുക്കാം. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല, സീറ്റയാണ്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഹൈബ്രിഡ് വരിക, സ്ട്രോങ് ഹൈബ്രിഡ് അല്ല, ഫുള്ളി ഹൈബ്രിഡ് അല്ല. പക്ഷേ മോശമല്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് 23 കിലോമീറ്റർ 8,000 എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. പിന്നെ ഇതിൽ ഈ വണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമായിട്ട് പേര് മാറേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് നമ്മുടെ പേരിലേക്ക് മാറിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആയി. ഓക്കെ, അതായത് 3-ാം മാസം 23-ാം വർഷം ഇറങ്ങിയ വണ്ടിയാണ്. കാരണം അവർ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് നിർബന്ധമായിട്ടും പേര് മാറേണ്ട ഒരു അവസ്ഥ വന്നു. ശരി, അതുകൊണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട് ഭാഗങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. വണ്ടി എടുക്കുന്ന പോലെ എടുക്കാം. അതെ. ഇതിപ്പോ പുതിയ എന്ത് വരെ ഇന്ന് പുതിയ ഒരു 1890 വരുന്നുണ്ട്. 1890 ഉണ്ട്. അത്രയും വില ഉണ്ട് അല്ലേ? അതെ. നമ്മുടെ വിലയോ? നമ്മുടെ നമുക്ക് സ്പെഷ്യലാണ്. 15 ലക്ഷം രൂപയ്ക്ക് തരും. 15 ലക്ഷം രൂപയ്ക്ക് പുത്തൻ വണ്ടി ഉണ്ടോ? അതായത് വെറും 8,000 കിലോമീറ്റർ ഓടിയ 2023 ഗ്രാൻഡ് വിറ്റാര കിടിലൻ കിളിക്കുഞ്ഞു വണ്ടി നിങ്ങൾക്ക് 15 ലക്ഷം രൂപ. അതും 14 ചിലരെങ്കിലും കൊടുക്കണം. നമ്മുടെ ആൾക്കാർ കേട്ടോ കൊടുക്കും. അടിപൊളി. അതുപോലെ തന്നെ ഒരു വൺ ഓഫർ അല്ലേ? വൺ ഓഫർ കൊണ്ടുപോവാ. ഈ ഓഫറിൽ ഇനി കിട്ടൂല. പൈസ ഒന്നും വേണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. അത്രേ ഉള്ളൂ. വരണം. ഈ ടയർ കണ്ടോ നിങ്ങള്? പുത്തൻ ടയറാണേ. ഇത് മോഡൽ ഏതാ? ഇത് 2022 പെട്രോൾ മാനുവൽ ആണ്. ഇത് പെട്രോൾ അല്ലേ ഉള്ളൂ? മിഡിൽ ഓപ്ഷൻ ആണ്, ഇഞ്ചൻ ഫീൽ. അതെ അല്ലേ? ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. സിട്രോണിന്റെ C3 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത്യാവശ്യം എന്താ പറയാ, ഒരു കോമ്പാക്ട് SUV എന്ന് വേണമെങ്കിൽ പറഞ്ഞു ഉപയോഗിക്കാൻ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ 5 ആൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ. ഇതും 4 ഡോർ വിൻഡോ ഒക്കെ ഉണ്ട് കേട്ടോ. അതെ, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, എല്ലാവിധ സംഗതികളും ഉണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾ സീറ്റൊക്കെ നോക്കി എന്ത് വൃത്തി. എന്ത് കിലോമീറ്റർ കിലോമീറ്റർ 30 ഓടിയിട്ടുള്ളൂ. 39 ഓടി, 945 ഓടിയുണ്ട്. ഓൾമോസ്റ്റ് 40 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതെ, സെക്കൻഡ് ടയർ അല്ലേ? സെക്കൻഡ് ടയർ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? നല്ല വണ്ടി, ഫാമിലിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ. ഇത് 23 പറഞ്ഞു. ഇതിന്റെ വിലയും കൂടി പറയാൻ കേൾക്കണ്ട്. വില 5,25,000 രൂപയായിട്ട് വന്നോ. അതും ഫുൾ ഓണില് ഞാൻ ഈ വണ്ടി തരും. 5,25,000 അതായത് നിങ്ങൾ സാമാന്യം ഒരു മര്യാദ കാണിക്കണം. കാരണം ഒരു സ്വിഫ്റ്റിന് ഇതിലും വിലയില്ലേ അല്ലേ? അപ്പൊ ഇതിന് അത്രയും പോലും വിലയില്ല. അതെന്തായാലും മുതൽ സാധനം കേട്ടോ. അതായത് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന യാത്ര. ഒരു 15-16 കിലോമീറ്റർ മൈലേജും കിട്ടും. സിട്രോൺ ആയതുകൊണ്ട് തന്നെ, സിട്രോൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രാൻഡ് അല്ലേ? ശരിക്കും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അറിയാഞ്ഞിട്ടാണ്. ഇന്റർനാഷണലി നല്ല കിടിലൻ ബ്രാൻഡാണ്. നല്ല ഹൈസ് ആണത്. പുറത്തൊക്കെ ഒരുപാട് വണ്ടിയുണ്ട്. അപ്പൊ എന്തായാലും സിട്രോൺ C3 ആണ്. 23 വണ്ടിയാണ്. 5,15 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയ്ക്ക് അല്ലേ? അതുപോലെ തന്നെ എന്താ ഒരു കൊട്ടം കൂടി കാണിച്ചാലോ? 2019 മോഡൽ. 19 ആണ്. പെട്രോൾ മാനുവൽ. ഇത് പെട്രോളാ? പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ അല്ലേ? 12 കിലോമീറ്റർ മൈലേജ് മതി എന്നുണ്ടെങ്കിൽ ധൈര്യം എടുത്ത് ഉപയോഗിക്കാം. കംപ്ലൈന്റ് ഒന്നും സാധനം ഉണ്ടാവില്ല. ഇത് കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. 40 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40 ഓടിയിട്ടുള്ളൂ അല്ലേ? അല്ല, അത്രയല്ലേ ഓടുള്ളൂ. ഇത് മറ്റേ ഇതല്ലേ, E+ അല്ലേ? ബേസ് ആണ്. പക്ഷേ 4 ഡോർ വിൻഡോയും കാര്യങ്ങളും ഫോഗ് ലാമ്പ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ബോഡി ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ വാങ്ങൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയർ അല്ലേ? അതുപോലെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപാകത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഫുൾ കമ്പനി തന്നെ. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. അപ്പുറത്തെ എടുത്ത് പറയാണ്. അത് മുകളിൽ നിന്ന് എന്തോ ഒന്ന് വീണായിട്ടാണ് റിപ്പോർട്ട് കാണിക്കുന്നത്. അതെ അല്ലേ? ഇത് നമ്മൾ മോഡൽ ഏതായിരുന്നു പറഞ്ഞാൽ? 2019 ന്യൂ ഷേപ്പ് ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി അല്ലേ? പെട്രോൾ ആണ്, മാനുവൽ ആണ്, മോശമല്ലാത്ത കണ്ടീഷനിൽ നല്ല വൃത്തിക്ക് നിൽക്കുന്ന ഒരു വണ്ടി. ഇതൊക്കെ നമുക്ക് പ്രൈസ് എത്രയ്ക്ക് കൊടുക്കാം? നമുക്കിത് 8,50,000 രൂപ കൊടുത്തേക്കാം. 19 വണ്ടിയാണ് ആലോചിക്കണം അല്ലേ? 8.5 ലക്ഷം രൂപ. 19 വണ്ടിക്ക് 8.5 ലക്ഷം രൂപ. അത് നെഗോഷ്യബിൾ പ്രൈസ്. മാക്സിമം ലോൺ മാക്സിമം നല്ല ഇതൊക്കെ നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ കിട്ടും. അത് നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ SUV കാറ്റഗറി വണ്ടികളുടെ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി അല്ലേ? ഇതും ഒരു സ്പെഷ്യൽ ആണ്. എന്താ സ്പെഷ്യൽ? 2019 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്, വെറും 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഞാൻ വിശ്വസിക്കണോ? വിശ്വസിച്ചോ? ധൈര്യമായിട്ട് വിശ്വസിക്കാം. അത് ഫുൾ കമ്പനി സർവീസിൽ. അടിപൊളി. അതായത് ഡീസൽ ഓട്ടോമാറ്റിക് ആരെങ്കിലും തപ്പി നടക്കുന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് ഉള്ള ഒരു കിടിലൻ സാധനം AMT അല്ലേ? ക്ലീൻ വണ്ടി. അതെ, ഇന്ത്യയിലൊക്കെ അടിപൊളിയാണ്. ഇത് SX അല്ല, മറ്റേ XT വേരിയന്റ് ഏതാ? XT. അതായത് ഏറ്റവും ഫുള്ളിൽ തൊട്ട് താഴെ. അലോയ് വീൽസും കാര്യങ്ങളും ഇല്ലാന്നേ ഉള്ളൂ. ബാക്കി ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. ഇത് കിലോമീറ്റർ 40,000. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എടുത്ത് പറയണ്ടേ.
ഡീസൽ ഓട്ടോമാറ്റിക്കല് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ് എന്റെ ഗുണം. പിന്നെ അത്ര നല്ല ഹൈ ക്വാളിറ്റി ആണ്, ഒരു പ്രായമുള്ള ആൾ ഉപയോഗിച്ച വണ്ടിയാണ്. നല്ല എക്സ്റ്റീരിയറും അതേപോലെ നല്ല ഇന്റീരിയറും നല്ല പക്ക വണ്ടി, നല്ല ഉപയോഗിച്ച വണ്ടി കേട്ടോ. അതായത് 2018 മോഡൽ 8ാം മാസം വണ്ടി അല്ലേ. അത് നല്ല ക്വാളിറ്റി ഉണ്ട് മെയിൻ ആയിട്ട് പറയേണ്ടത്. പിന്നെ ഇപ്പൊ വിചാരിക്കണ്ടെങ്കിൽ എന്ത് വിലാന്നും കൂടി കേൾക്കാൻ വേണ്ടി 6,70,000 രൂപ വണ്ടി വരുന്നുണ്ടോ? എന്റെ മോൻ 6,75,000 അതെന്തായാലും അടിപൊളി പ്രൈസ് അല്ലേ. അതായത് നിങ്ങൾ ആലോചിക്കണം, ഇത്രയും വലിയൊരു ഇടിക്കട്ട സാധനമാണ് തരുന്നത് അല്ലേ. അതായത് 5 സ്റ്റാർ റേറ്റിംഗിൽ, ബോഡി ക്വാളിറ്റി 5 സ്റ്റാർ റേറ്റിംഗിൽ, അതാണ് 7 ലക്ഷം രൂപേന്റെ മേലെ വേണേൽ ലോണും കിട്ടും. അതെ, അതാണ് ഗുണം അല്ലേ. അപ്പോൾ എന്തായാലും ഡീസൽ ഓട്ടോമാറ്റിക് നല്ല മൈലേജ് ഉള്ളൊരു AMT വേരിയന്റിൽ വരുന്നുണ്ട്. നമ്മൾ ഇത്രയും പറഞ്ഞ വണ്ടികളൊക്കെ മാക്സിമം ലോണും കിട്ടും അല്ലേ. മാക്സിമം ലോൺ കൊടുക്കും, നമ്മുടെ സ്പെഷ്യൽ വാറണ്ടി ഉണ്ടാവും. എല്ലാവരും കൂടി വന്നോ. KL47 ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. അതെ, തൃശ്ശൂരാണ്, കൊടുങ്ങല്ലൂരില് ബൈപ്പാസിലാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അതെ, അപ്പോൾ എന്തായാലും ഇവരുടെ ലൊക്കേഷൻ കണ്ടല്ലോ, ഇതാണ് ആ ബൈപ്പാസ് റോഡ്. അപ്പോൾ ഇവിടെ വേറെ ഒരുപാട് വണ്ടികൾ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഫുൾ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് വേറെ കാണിച്ചിട്ടുണ്ട് ചെറുവണ്ടികളുടെ. ഇതൊരു ചെറു വീഡിയോ ആയിട്ട് നമ്മൾ കാണിച്ചാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം വില പറയണേക്കാ, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. തീർച്ചയായിട്ടും എല്ലാ വണ്ടി ഞാൻ കുറച്ച് തരും, സ്പെഷ്യൽ ഡിസ്കൗണ്ട്, മൺസൂൺ ഓഫർ അതാണ്. എന്തായാലും നമ്മുടെ KL47 യൂസ്ഡ് കാർസിൽ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യുന്ന KL47 നമ്മളിപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഈ വലിയ വണ്ടികളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സിമം വില കുറച്ച് നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ അടിപൊളി പ്രൈസിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ആൾക്കാർ വരുമ്പോൾ കുറച്ച് കൊടുക്കണേ. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയാണ്, വന്നോ, മാക്സിമം റേറ്റ് കുറച്ച് നമുക്ക് വണ്ടി വിടുന്നു കൊണ്ടുപോവാം. അതാണ്. അപ്പോൾ എന്തായാലും അവസരങ്ങൾ കളയരുത്. അതെ, കിട്ടുമ്പോൾ സമയം കളയരുതിട്ട്. കാരണം കിട്ടിയില്ല പിടിച്ചില്ല എന്ന് പറയരുത്. മൺസൂൺ ഓഫറാണ്, നിങ്ങൾ പ്രത്യേകം വേഗം സ്പീഡിൽ വരണോട്ടാ. അതാണ്, നേരെ പോര്. നല്ല വണ്ടികളെ നിങ്ങൾക്ക് തരുള്ളൂ, വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ തരും, ധൈര്യം എടുക്കാനും പറ്റും. അപ്പോൾ എന്തായാലും എപ്പിസോഡ് മൈൻഡ് ചെയ്യാം അല്ലേ. അതെ, തീർച്ചയായിട്ടും. ചറപറയാനും കുറേ റീൽ നമസ്കാരമുണ്ട്, കയറി കാണാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് വരുന്നതാണ്, അതിലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും